തമ്പാനൂര് പൂർണ്ണമായിട്ട് മാറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മൾ സാധാരണ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഒഴിഞ്ഞു കിടന്ന് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. അമ്മേ, എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ തെരളി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പായസം, ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുകയാണ്. എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരാറുണ്ടോ? പൊങ്കാലയിടാൻ വരും. ഞങ്ങൾ ഹരിപ്പാട്ടിൽ നിന്നാണ് വരുന്നത്. ഹരിപ്പാട്. കുറച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും, എന്ത് ചെയ്യും? വെയിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അല്ലെങ്കിൽ വെയിലിനെ ഞങ്ങൾക്ക് അമ്മയുടെ ഭക്തി കൊണ്ട് വെയിൽ ഞങ്ങൾക്കൊരു കാര്യമല്ല. അതാണ് അശ്വതി, വെയിലൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും പൊങ്കാല ഇട്ടാൽ മതി. അമ്മയോടുള്ള ഒരു ഭക്തി, അതാണ് എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ കുറേ പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവരൊക്കെ പറയുന്നത് വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്ക് പൊങ്കാല ഇടണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എൻ്റെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. കാരണം അത്രയധികം ആൾക്കാരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പൊങ്കാല ഇടാനായിട്ട്. എല്ലാവരുടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 10:15 പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതോടെ ഇവരെല്ലാവരും പൊങ്കാല സമർപ്പണത്തിലുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അടുപ്പൊരുക്കി പൊങ്കാലയ്ക്കുള്ള മറ്റെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ പൂർത്തിയായി. ആരൊക്കെ വന്നേ? മോളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഇവരെല്ലാവരും ഞങ്ങളുടെ ഒന്നിച്ച് വന്നവരാ. എല്ലാ വർഷവും വരുന്നവരാണ്? എല്ലാ വർഷവും വരുന്നതാ. കുറെ വർഷമായി വരാൻ തുടങ്ങി? അതെ, ഒത്തിരി വർഷം കൊണ്ടേ ചെയ്യുന്നുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വന്നിട്ട് അമ്മേനോട് ആയിട്ടും ചെയ്തു തരും. ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കൊട്ടാരക്കര എഴുകോണെന്ന്. ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരടക്കം, അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന് ഇവിടെ സ്ഥലം കണ്ടെത്തി പൊങ്കാല അടുപ്പിടാനുള്ള സ്ഥലം കണ്ടെത്തി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, പൊങ്കാലയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാർ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സ്ഥലം കണ്ടെത്തി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ പൊങ്കാലയ്ക്കായുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തിരുവനന്തപുരത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ സാധിക്കുക പൊങ്കാല അടുപ്പൊരുക്കി പൊങ്കാലയിടാനായി കാത്തിരിക്കുന്ന ചേച്ചിമാരെയും അമ്മമാരെയും ചെറിയ പെൺകുട്ടികളെയും ഒക്കെ ആയിരിക്കും അശ്വതി. ആറ്റുകാലിൽ ഈ തിരക്ക് തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്ന ആളുകൾ ഇതാ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ രാവിലെ പുലർച്ചെ മുതൽ വന്ന് നിൽക്കുന്നതാണ്. എപ്പോൾ വന്നതാ ക്യൂല്? എപ്പോൾ നിൽക്കാൻ തുടങ്ങിയതാ? വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങി. ആണോ? ശരി, വേഗം പോയിക്കോളൂ. ഈ ഒരു മൊമെന്റിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നത്. ആ സമയത്തൊക്കെ അവരെ പിടിച്ചു നിർത്തിയാണല്ലോ ശാപം കിട്ടും. കാരണം ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട്, ഇന്ന് രാവിലെ എത്തുന്നവരുണ്ട്. പക്ഷെ അതിലും അധികം തലേന്ന് വന്നേ ഈ ക്ഷേത്ര പരിസരത്തൊക്കെ ഇങ്ങനെ നിലയുറപ്പിച്ച്. നേരത്തെ രേണു പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഇവരൊന്നും ഉറങ്ങുമൊന്നുമില്ല. രാത്രി മുഴുവൻ വളരെ രസകരമായി വർത്തമാനമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് ഉറക്കം തൂങ്ങി കുറച്ചു നേരം എവിടെയെങ്കിലും ഒരു സൈഡിൽ പോയി ചെരിഞ്ഞിരുന്ന് കുറച്ചു നേരം കണ്ണടക്കി. അതേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ ഉറക്കം. പക്ഷെ അത് മതി. ഈ എനർജി മുഴുവൻ അവർ കാത്തു വെക്കുന്നത് ഈ ഒരു പകൽ കഴിച്ചു കൂട്ടാനാണ്. തിരിച്ച് പൊങ്കാല നിവേദിച്ച പൊങ്കാലയുമായി തിരിച്ചങ്ങ് വീട്ടിലെത്തുക, അതാണ് അവരൊക്കെ കാത്തിരിക്കുന്ന ദിവസം. ആ വീട്ടിൽ അവരെ കാത്തിരിക്കുന്നവരുണ്ട്. ഈ പൊങ്കാല ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ പ്രസാദവും കൊണ്ട് വീട്ടിലേക്ക് അവർ തിരിച്ചെത്തുന്നത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങോട്ടേക്ക് മടങ്ങി എത്തുന്നത് വരെയുള്ള ഒരു വലിയ കാത്തിരിപ്പ്. ഈ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നേരത്തെ തുടങ്ങും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പോകുമ്പോൾ തൊട്ടിട്ട് അടുത്ത കൊല്ലം എവിടെ ഇടണം, ഇത്തവണ വന്നപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയ സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും. വന്നിറങ്ങിയാൽ നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഓൾറെഡി കണ്ടുവച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ സ്ഥലത്തായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പൊങ്കാല ഗ്രൂപ്പുകളുണ്ട്, പൊങ്കാല വാട്സ്ആപ്പ്. ഒരു പരിചയമില്ലാത്ത വീട്ടുകാർ പോലും നിങ്ങൾ ഇവിടെ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ അവരുമായിട്ടൊരു സൗഹൃദം വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്യൂവില് ഓടി ആളുകൾ പോകുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ തീരുമെന്ന്. പക്ഷെ ഇപ്പോഴൊന്നും തീരില്ല. ശ്രീജ, മറ്റൊരു കാര്യം, ഇന്ന് തൊഴാൻ വരുന്നത് ഈ പൊങ്കാല ഇട്ട ശേഷം വരുന്നവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഈ സമയത്ത് പൊങ്കാലയുടെ അടുത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവരായിരിക്കും. പൊങ്കാല ഇട്ട ശേഷം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്, അനുവാദം ചോദിക്കാൻ വരുന്നവരുണ്ട്.
ചെയ്തിട്ടുണ്ട്. അതെ. ഇനിയെല്ലാം അമ്മയുടെ കയ്യിലാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഒരുപാട് നാളുകൾ കാത്തിരുന്ന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിച്ച് പറയുന്ന ചില അമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവര് മുഴുവൻ ദേവി സ്തുതികൾ പറഞ്ഞുകൊണ്ടേ അവിടെ ഇരിക്കുന്ന നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലി, അതെ, ദേവി സ്തുതികളൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുമ്പോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ്ത്രീകള് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാതിരുന്ന പറ്റില്ല എന്ന് പറയുന്ന പോലെ അവസ്ഥയാവും. എങ്ങനെയെങ്കിലും ഒക്കെ വന്ന് പൊങ്കാല ഇട്ട് തിരിച്ചു പോകുന്നത് വരെ ഒരു സ്വൈരം ഉണ്ടാവില്ല. ഇനി ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിലുള്ള ഒരു വിഷമം, അങ്ങനെ അതെന്താണ് ഇങ്ങനെ ഇത്രയധികം ഇങ്ങോട്ടേക്ക് സ്ത്രീകളെ ഇങ്ങനെ ആകർഷിക്കുന്നത്? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ട് ഇതൊരു വലിയ ഫെസ്റ്റിവലായി കാണുന്നുണ്ടാണെന്നൊക്കെ പറയാം. പക്ഷെ നമ്മളൊക്കെ ഇത് തുടങ്ങുന്ന കാലത്ത്, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന കാലത്തൊക്കെ അങ്ങനെ ഒരു വലിയ PR പബ്ലിസിറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴും നമ്മൾ ഇതുപോലത്തെ സ്ത്രീകളെ കണ്ടിട്ട് ഇത്രയേറെ സ്ത്രീകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു 3 ദിവസത്തെ ഒരു ആഘോഷ പരിപാടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് എന്താണെന്നറിയോ, ഞാൻ വിചാരിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തോന്നാറുള്ളത് ഈ സ്ത്രീകൾ ഈ രാത്രി, ഇന്നലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണിക്കൊക്കെ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികൾ സ്ത്രീകൾ കീഴടക്കുക അല്ലെ? കവിയോട് പറഞ്ഞ എന്താ വെച്ചാൽ രാത്രി നടത്തമൊക്കെ നമ്മള് അല്ല ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ രാത്രി നടത്തി ഞാൻ ഒട്ടും മോശമാക്കി പറയുന്നതല്ല, എങ്കിൽ പോലും പ്രാക്ടിക്കലി സ്വാതന്ത്ര്യ പ്രഖ്യാപനം അറിയുന്ന ദിവസം നമ്മൾ തന്നെ നമ്മൾ അറിയുന്നത്, അതായത് ഒരു കുഴപ്പമില്ല ഇന്ന് പോയാലെന്ന് പറഞ്ഞ് എപ്പോ വേണമെങ്കിലും ഈ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതായത് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, ഒരുപാട് സ്ത്രീകൾ പുറത്തുണ്ടെങ്കിൽ ആർക്കെതിരെ ഒന്നും നടക്കില്ല അല്ലേ? അതൊരു വലിയ തിരിച്ചറിവാണ്. ഈ നമ്മൾ പുലർച്ചെ 3 മണിക്കൊക്കെ ചില സമയത്തൊക്കെ ഡ്യൂട്ടിക്ക് മുമ്പൊക്കെ രാവിലെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുന്ന 3 മണിക്കൊക്കെ കാണാം സ്ത്രീകൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ കാണാം. അങ്ങനെ നടന്നു വരുന്നത് കാണുക എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്. അത് ഈ നഗരത്തിൽ ഇന്നലത്തെ ദിവസം നമ്മൾ കാണുക ഈ പൗരസമിതികൾ കേന്ദ്രീകരിച്ച് കുറച്ച് പുരുഷന്മാരെ കാണും. പ്രത്യേകിച്ച് സേഫ്റ്റിയെ കുറിച്ച് നമ്മള് സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയം പലയിടത്തും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ, കൂട്ടബലാത്സംഗമൊക്കെ ഇപ്പോഴും നടക്കുന്ന സമയം അല്ലെ? നമ്മുടെ രാജ്യം അതൊന്നും മറികടന്നിട്ടില്ല. ഏറ്റവും അവസാനം വന്ന വാർത്തയല്ലേ അതുപോലത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി, അവകാശ പ്രഖ്യാപനമായിട്ട്, അതായത് ഇന്ന് ഞങ്ങളുടേതാണ് ഈ നഗരം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്നും പൊങ്കാലയായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാം. എല്ലാരും പറയും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങിക്കൂടെ, ഏതാണ് അസമയം എന്നൊക്കെ. പക്ഷെ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോഴും അത് സത്യമാണ്. അനുശ്രീ തമ്പാനൂരിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അവിടെ ഈ അനുശ്രീ ഇവിടുത്തുകാരിയല്ലോ, അപ്പൊ വിഭവങ്ങളിലൊക്കെ അനുശ്രീയുടെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ പൊങ്കാല? നമുക്ക് ചോദിക്കാം. അനുശ്രീ ചോദിച്ചോ. അനുശ്രീ കണ്ണൂരുകാരിയാണ്. ഈ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, ഞാനും ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴൊക്കെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് പൊങ്കാല തോന്നിയിട്ടുണ്ട്. ഈ കണ്ണൂർ വടക്കൻ മലബാറിലൊക്കെ നമ്മൾ വേറെ തരം ഉത്സവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വലിയ കൂട്ടായ്മയുടെ ഉത്സവം നമുക്ക് അധികം കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഫസ്റ്റ് ടൈം ആണോ പൊങ്കാല? അതെ ശ്രീജ, ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല നേരിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള പരിചയമേ ഉള്ളൂ. അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ പൊങ്കാലയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത. ശ്രീജ ആദ്യം നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പൊങ്കാലയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് എന്താണ് പൊങ്കാലയുടെ പ്രത്യേകത, എന്താണ് തിരുവനന്തപുരത്തുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്. ഞാൻ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുള്ള ഒരു പ്രതീക്ഷയെ എനിക്കില്ലായിരുന്നു. അത്രയധികം അമ്മമാർ തിരുവനന്തപുരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ത്രീകളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പുരുഷന്മാരെന്നൊക്കെ പറയുന്നത് നമുക്ക് എണ്ണി നോക്കേണ്ടി വരും, ആരെങ്കിലും ഉണ്ടോ ഇതിനിടയ്ക്ക്, അതുപോലെ നമ്മൾ നോക്കേണ്ടി വരും. അമ്മേ, എന്തായി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഇത്തവണ എന്താ ഇടുന്നത് പൊങ്കാല? പായസം. എവിടുന്ന വരുന്നത്? കോഴിക്കോട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കോഴിക്കോട് നിന്നുള്ള ഒരാളെ കാണുന്നത്. എപ്പോഴാ എത്തിയത്? ചൊവ്വാഴ്ച എത്തിയിട്ടുണ്ട്. അതാണ് ശ്രീജ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ ആൾക്കാരെ നോക്കി നടക്കുകയായിരുന്നു, ആരെങ്കിലും കാണാനുണ്ടോ. പക്ഷെ ഞാൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പൂർത്തിയായി. ഇനി അടുപ്പിൽ തീ പിടിപ്പിച്ചാൽ മതിയുള്ളൂ, ബാക്കിയൊക്കെ ആയിട്ട്.